നിങ്ങളുടെ അടുത്ത് വേദനയ്ക്കുള്ള മരുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിക്കുന്നതാ നല്ലത്. എന്തായാലും ഇപ്പൊ നന്നായിട്ട് വേദനിക്കും. തക്കാളി, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക. ചേട്ടാ വാഴപ്പഴത്തിന് എത്രയാ? ഡസൻ 60 രൂപ. ഞാനെന്താ കഴുതയാണെന്ന് കരുതിയോ? മേഡം പറഞ്ഞത് 5 രൂപയ്ക്ക് 1 കിട്ടുമെന്നാണ്. അതെ, നിങ്ങൾക്ക് 1 ഡസൻ അല്ലേ വേണ്ടത്? ഞാൻ ഓരോന്നോരോന്നായിട്ടേ വാങ്ങുള്ളൂ. ഹണി, നീ എന്താ ചെയ്യുന്നേ? ഇന്റലിജന്റ് ജോലി. 1 ഡസൻ വാഴപ്പഴത്തിന് 60 രൂപ ചോദിച്ചു. പക്ഷെ ഞാൻ ഓരോന്നും 5 രൂപയ്ക്ക് വാങ്ങിച്ചു. ഇപ്പൊ പറ, ഞാൻ ഹണി, നിന്റെ തലയിൽ ചെടി പോലും വളർത്താം. കാരണം അതിന്റെ അകത്ത് അത്രയും ചാണകമുണ്ട്. എടാ വേണ്ട, ഒരു പഴം 5 രൂപയാണെങ്കിൽ 1 ഡസൻ 60 രൂപയാടാ. നീ ശരിക്കും കഴുതയാ. അപ്പൊ നിങ്ങളെല്ലാവരും ഇന്റലിജൻസ് അല്ലേ? എന്നാ നിങ്ങൾ തന്നെ വാങ്ങിട്ട് വാ. എക്സ്ക്യൂസ് മീ, ദുഃഖത്തിലാണല്ലോ. അതെ. അപ്പൊ സന്തോഷം തരുന്ന ഈ ചൂർണം കഴിക്കോ? സന്തോഷത്തിന്റെ ചൂർണമോ? യെസ് മൈ ഫ്രണ്ട്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ദുഃഖം വരുന്നു അപ്പൊ സന്തോഷത്തിന്റെ ഈ ചൂർണം നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. എന്നിട്ട് ഇടക്കിടക്ക് കഴിക്കും. നല്ല മധുരം ഉണ്ടല്ലേ? അതെ. എന്ന് വെച്ചാ ചൂർണം പ്രവർത്തിക്കുന്നുണ്ട്. മുഖത്തൊരു മന്ദഹാസം കാണുന്നുണ്ട്. മനസ്സ് ശാന്തമായി, ദുഃഖം കുറഞ്ഞിരിക്കുന്നു. എല്ലാ ദുഃഖവും വിട്ടകന്നു പോയി. ഇത് നല്ല അടിപൊളി ചൂർണമാണ്. ഇതിന് എത്രയാ? ഫ്രീ ഫോർ യു മൈ ഫ്രണ്ട്. ഇത് പലവിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യും. ഇത് കോപം, താപം, ഫ്രസ്ട്രേഷൻ എല്ലാം ഇല്ലാതാക്കാം. എന്നിട്ട് അവയിൽ നിന്ന് അകറ്റി നിർത്തും. ശരി, ഞാൻ വരട്ടെ. എനിക്ക് ഒരുപാട് പേരെ ടെസ്റ്റ് ചെയ്യാനുണ്ട്. അയ്യോ, നിങ്ങൾ എന്റെ കൂടെ വാ. എന്റെ ഒരുപാട് ഫ്രണ്ട്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നോ പ്രോബ്ലം. എന്റെ ജോലി തന്നെ ജനങ്ങളുടെ പ്രോബ്ലം മാറ്റലാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പ്രോബ്ലം ഇല്ലാതാക്കി തരാം. എന്നാ ബാ പോവാം. ഈ കഴുത കാരണം ഒരുപാട് ബലിയാടുകളെ കിട്ടിയിരിക്കുന്നു. അവരുടെ അടുത്തുനിന്ന് ഞാൻ കാശ് കൊള്ളയടിക്കും. ഈ കാണുന്നത് എന്റെ അനിയനാണ്. പിന്നെ ആ കാണുന്നത് എന്റെ സുഹൃത്തുമാണ്. ഓഹോ, മുഖം കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഫ്രസ്ട്രേഷൻ നിറഞ്ഞു നിൽക്കുന്നു. അതെ, പിന്നെ ഉണ്ടാവാതിരിക്കോ? ദിവസം ഇത്രയും ജോലികൾ ചെയ്യുന്നു, വീട് മുഴുവൻ ഞങ്ങൾ നോക്കുന്നു. ഡെഡിക്കേഷൻ വളർത്തു, ഫ്രസ്ട്രേഷൻ വരട്ടു. ഇതാ എന്റെ ചൂർണം കഴിക്കൂ. അങ്ങനെയൊക്കെ സംഭവിക്കോ? നടക്കും. ഞാനിത് ട്രൈ ചെയ്തതാ. കുറച്ച് പുളിപ്പുണ്ടല്ലേ? ഇതെന്റെ ദുഃഖം അകറ്റുമ്പോ നല്ല മധുരം ഉണ്ടായിരുന്നല്ലോ. വേറെ വേറെ ഇമോഷൻസിന് വേറെ വേറെ ഫീലിങ്സ് ഉണ്ടാകാം. മനസ്സിനകത്തുള്ള കയ്പെല്ലാം മാറ്റിത്തരും. സംസാരം മധുരിക്കും. ഇപ്പൊ നന്നായിട്ടുണ്ട്. അതെ, ഇപ്പൊ എന്റെ ടെൻഷൻ എടുത്തു കളാൻ നോക്കട്ടെ. എനിക്ക് നല്ല എരിവ് തോന്നുന്നുണ്ട്. ചേട്ടാ, ഇവിടെ എല്ലാവർക്കും 2 ബോട്ടിൽ വീതം ചൂർണം തന്നേക്ക്. തീർച്ചയായിട്ടും. ഓരോ ബോട്ടിലിനും വെറും 2000 രൂപ. ഇന്ന് എല്ലാവർക്കും ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. ആരെയും വിടാൻ പോകുന്നില്ല. ഒരുത്തരെ രക്ഷപ്പെടാൻ പറ്റില്ല എന്റെ കയ്യിൽ. ബൈ ബൈ. തോത്താറാമിന്റെ വഴിയിൽ ആരും കുറുകെ നിൽക്കരുത്, അല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. തോത്താറാം, എന്തിനാ ദേഷ്യപ്പെടുന്നേ? ആരോ എന്റെ SUV വന്ന് ഇടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനാ നീ നിന്റെ SUV വേറൊരാളുടെ കൈ കൊടുക്കുന്നേ? എടാ മരമണ്ട, എന്റെ വണ്ടി സൈഡിൽ നിൽക്കായിരുന്നു. ആരോ വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ചതാ. ഈ ദേഷ്യാണ് ഒരുപാട് രോഗത്തിന് കാരണം. ഇന്ന് ദേഷ്യം കുറയ്ക്കാനുള്ള മരുന്നായത്. കഴിക്ക്. അതെയോ?
ഇപ്പൊ വണ്ടി നശിപ്പിച്ച ആളുടെ മേലുള്ള ദേഷ്യം കുറഞ്ഞോ? അതെ, അവന്റെ പുറത്ത് കുറഞ്ഞു, പക്ഷെ നിങ്ങളുടെ പുറത്ത് കൂടി. നിങ്ങളെന്താ കളിക്കുകയാണോ? അനിയ ഇങ്ങേർക്ക് ചൂർണം വർക്ക് ആവുന്നില്ലല്ലോ. ചെയ്യും. എത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചതാ? തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ഇല്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആ ആള് നിനക്ക് തൊപ്പിയിട്ട് തന്നതാ. ഇത് എല്ലാവർക്കും എഫക്റ്റീവ് ആണ്, നിനക്ക് മാത്രം ആവുന്നില്ല. എനിക്ക് കുറച്ച് സമയം കൂടി സഹിക്കേ, എല്ലാം ശരിയാകും. കുറെ കാലങ്ങൾക്ക് ശേഷം ദേഷ്യം വരുന്നില്ല. അതെങ്ങനെ സംഭവിക്കാതിരിക്കൂ? കണ്ടില്ലേ അനിയ, നീയും ചൂർണം കഴിച്ചതാ, പക്ഷെ നിനക്കും ദേഷ്യം വരുന്നുണ്ടല്ലോ. ഞാനൊരു കഴുത തന്നെയാ, പക്ഷെ ഇപ്പൊ നീയും മണ്ടനായി പോയല്ലോ. ഇല്ലല്ല, എന്റെ ദേഷ്യം കുറഞ്ഞോണ്ടിരിക്കുക. എനിക്കിപ്പോ സന്തോഷം ഉണ്ടായിക്കൊണ്ടിരിക്കയാണ്. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. എടാ, 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്താലും അത് വൃത്തിയാക്കണമെന്ന്. അനിയ, ആ ചൂർണം ഇങ്ങെടുക്ക്, ചൂർണം ഇങ്ങെടുക്ക്. നിന്റെ ദേഷ്യം കുറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലേ, അയാള് സോർദാറിനെയും മണ്ടനാക്കി. ഈ ചൂർണം വർക്ക് ആവുന്നതേ ഇല്ല. എടാ സോർദാറെ, ഈ മരുന്ന് വർക്കൗട്ട് ആവുന്നില്ലടാ. നിനക്ക് വട്ടായിന്നാ തോന്നുന്നേ. അല്ലല്ല, പ്രവർത്തിക്കുന്നുണ്ട്. ഹണി, ഇപ്പൊ പ്ലാറ്റ്ഫോം ഒന്ന് അഴുക്കാക്കല്ലേ. കണ്ടോ, ദേഷ്യം മാറിയിരിക്കുന്നു. ചൂർണം വർക്ക് ആവുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതും കൂടി പറയാം. ഞാൻ നമ്മുടെ മിക്സിയുടെ പ്ലേറ്റ് പൊട്ടിച്ചു. എന്ത്? എടോ, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? എടാ, ചൂർണം കൊണ്ട് കളയടാ. ഞാനിന്ന് അണിയെ ഒരു വഴിയാക്കും. എടാ അണി, നീയും വേദന കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്ക്. ചൂർണം കഴിച്ചിട്ടും വേദന കുറയുന്നൊന്നുമില്ല. മതി, ഒന്ന് നിക്ക് സോർദാർ. നീയും രാവിലെ പ്ലാറ്റ്ഫോമിൽ പാല് ചിന്തിയല്ലേ? എന്റെ അടുത്തുനിന്ന് ദൂരെ പോ. പോത്തുകള് ഫൈറ്റ് ചെയ്യുന്ന കണ്ട ഭ്രാന്താണെന്നേ തോന്നൂ. എനി ഡൗട്ട്? മരുന്ന് മരുന്ന് ടെൻഷന്റെ മരുന്ന് ഇവിടെ. ഈ മരുന്ന് കഴിച്ചിട്ട് ടെൻഷൻ കുറയാത്തെന്താ? കാരണം നമ്മളെല്ലാരും വിഡ്ഢികളായി. മരുന്നിന്റെ പേര് പറഞ്ഞ് പൈസ അടിച്ചോണ്ട് പോയില്ലേ അവൻ. എന്താ വളരെ, എന്ത് മരുന്നിനെ കുറിച്ചാ നിങ്ങൾ സംസാരിക്കുന്നേ? ഞങ്ങളൊരാളുടെ അടുത്ത് നിന്നും ദേഷ്യം, ദുഃഖം, ടെൻഷൻ, ഫ്രസ്ട്രേഷൻ ഒക്കെ മാറ്റാനുള്ള ഒരു ചൂർണം വാങ്ങിയിരുന്നു. നിങ്ങൾ ശരിക്കും മണ്ടന്മാര് തന്നെയാ. അയാള് നിങ്ങളെ പറ്റിച്ചതാണോ? അങ്ങനെ ഒരു മരുന്നുമില്ല. പക്ഷെ ഫസ്റ്റ് ടൈം ചൂർണം കഴിച്ചപ്പോ എഫക്റ്റീവ് ആയിരുന്നല്ലോ. പിന്നെ അങ്ങേര് പറഞ്ഞ പോലെ തന്നെ എല്ലാം നടക്കുകയും ചെയ്തല്ലോ. അതിന് സൈക്കോളജിക്കൽ ടോക്ക് എന്നാ പറയുന്നത്. അയാളുടെ സംസാരം കൊണ്ട് നിങ്ങളുടെ തലയ്ക്കകത്ത് വേണ്ടാത്ത കാര്യങ്ങളാ പറയുന്നത്. ഞങ്ങളെ മണ്ടന്മാരാക്കിയെന്നോ? കണ്ടോ, ഞങ്ങൾ അവനെ അടിച്ചടിച്ച് ചൂർണമാക്കി. ഹണി, അയാളെ വിളിക്ക്. സോർദാർ, അങ്ങേരെ ഫോൺ വിളിച്ചിട്ട് അടിക്കൂന്ന് പറഞ്ഞാ അങ്ങേര് ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? എടാ മണ്ടന്മാരെ, എന്റെ അടുത്ത വീട്ടിലുള്ളവർക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് അയാളെ വരാൻ പറയാ. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ അയൽവാസി അല്ലല്ലോ. സോറി. ദേ, അയാള് വരുന്നുണ്ട്, അയാള് വരുന്നുണ്ട്. ഹലോ, നന്നായി നിങ്ങൾ വന്നത്. എനിക്കുള്ള പ്രശ്നം എന്റെ കഴുത്തിൽ തന്നെയാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പ്രോബ്ലമാ ഉള്ളേ? ഞാനൊരു കുഴിക്കൊള്ളയിൽ പെട്ടിരിക്കുക. ഫ്രസ്ട്രേഷൻ എന്നെ ഒരു കുഴിക്കകത്ത് തള്ളുകയാണ്. ബോർഡം എപ്പോഴും എന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കും. ദേഷ്യത്തിന്റെ ശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കും. ഓരോന്നായി തുടങ്ങാം. ആദ്യം ദേഷ്യം. കഴിക്കുന്നുണ്ടല്ലേ? ഇത് മേത്തിയും ഉലുവയും ചേർന്ന പൊടിയല്ലേ? എന്റെ ദേഷ്യം ഒട്ടും കുറഞ്ഞിട്ടില്ല.
കണ്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് അടിയുടെ ഒരു മരുന്നാണ് തന്നത്. നിങ്ങൾ ഈ മരുന്നൊന്ന് ട്രൈ ചെയ്യേ. ആ നല്ല മധുരം ഉണ്ടല്ലോ. ഇതെന്ത് മരുന്നാ? ഇതിന്റെ രുചി കൊള്ളാലോ. വ്യാജചൂർണം നൽകി നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുകയാണോ? നിങ്ങളുടെ അടുത്ത് വേദനയ്ക്കുള്ള മരുന്നുണ്ടോ? ആ, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിക്കുന്നതാ നല്ലത്. എന്തായാലും ഇപ്പൊ നന്നായിട്ട് വേദനിക്കും. നിക്കൂ, അടിക്കല്ലേ. ഇനി ഞാൻ ഈ കച്ചവടം തന്നെ നിർത്തിക്കോളാം. പിന്നെ നിങ്ങളോട് വാങ്ങിയ കാശെല്ലാം തിരിച്ചു തരാം. ഇന്നാ കിഴങ്ങിന് പഴം. ഒരു കാര്യം മനസ്സിലിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റേതായ വില മനസ്സിലാക്കിയിരിക്കണം. എനിടാ.